ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ചേനയാണ്, ഒരു പീസ് ചേന എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം വൻപയർ ആണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കുതിർത്തതല്ല കേട്ടോ, കുതിർക്കാത്തതാണ്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ കുതിർന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേനയും നമുക്ക് ഈ പയറും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം. കുതിർക്കാത്തതായതുകൊണ്ട് തന്നെ ഇത് വേവാനുള്ള ടൈം എടുക്കുമ്പോഴേക്കും നമ്മുടെ ചേന ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുക്കറിനനുസരിച്ച്, ചില കുക്കറിന് പെട്ടെന്ന് വെന്ത് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വിസിൽ. അത് നോർമലി നിങ്ങൾ എങ്ങനെയാണോ വിസിൽ കേൾപ്പിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഞാൻ ഈ 2 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി വെന്ത് കിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടും. ആ ഒരു പരുവത്തിൽ എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കുതിർത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് അടച്ച് വെച്ച് ഒന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം. അതൊന്നായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചേന കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസാക്കണ്ട, എന്നാൽ തീരെ ചെറിയ പീസും ആക്കണ്ട, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചേന കൊണ്ടും വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഈ 2 പീസും എടുക്കുന്നില്ല കേട്ടോ. കട്ട് ചെയ്ത് വെച്ചപ്പോൾ അത്യാവശ്യം പീസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ 2 കഷ്ണമാണല്ലോ, ഞാൻ നല്ലൊരു പീസ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, മറ്റത് മാറ്റി വെച്ചു. അപ്പോൾ ആ 2 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കുക്കർ. ഇനി അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ഓവർ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 3 ചേർത്തത് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിലും കൂടി കേൾപ്പിക്കാം. അപ്പോഴത്തേനും നമ്മുടെ ചേനയും വേവും നമ്മുടെ പയർ ബാക്കി വെന്ത് കിട്ടും കേട്ടോ. ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. പയറൊന്നും ഉടഞ്ഞു പോരുത്, ചേനയും അതുപോലെ ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേവണം എന്നാൽ ആ ഒരു ഉടയുന്നൊരു പരുവം, എന്നാൽ അങ്ങ് കുഴയാനും പാടില്ല, ആ ഒരു പരുവം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേന വേവാതെ വരും, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർക്കണില്ല. നമ്മൾ പാത്രത്തിലൊക്കെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി കുക്കറിൽ വെക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കട്ടെ. ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 1.5 പിടിയോളം, 2 പിടി തികച്ചെടുക്കണ്ട, ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മതിയാവും. നമ്മൾ അരപ്പ് മാത്രമല്ല, കുറച്ച് തേങ്ങ മാറ്റി വെക്കണം കേട്ടോ. നല്ലൊരു 1 പിടിയോളം തേങ്ങ, 1-1.5 പിടിയോളം വേണമെങ്കിലും എടുക്കാം, അതൊന്ന് മാറ്റി വെക്കണം. ആദ്യം നമ്മളിത് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂണും സ്വല്പം കൂടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു പൊട്ട് മുളക് പൊടി ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചേർക്കാം. അത് നമ്മുടെ പച്ചമുളക് ചേർത്തതിനനുസരിച്ച്, ആ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എരിവുള്ളതാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടരുത് കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടിയാലും മതി. മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഒന്ന് ബാലൻസ് ചെയ്യുക. ഒരു 3-4 വെളുത്തുള്ളി ചേർക്കുകയാണ്. നല്ല ചെറുതായതുകൊണ്ട് ഞാനൊരു 5-6 ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 2 മതിയാവും. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 3 ചേർക്കുക കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് 2 ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല ഫൈനായിട്ട് അതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേനയും പയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ അങ്ങ് ഉടഞ്ഞിട്ടുമില്ല. ഇനി നമ്മുടെ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് പയറും ഒരു 1-2 ചേനയുടെ പീസൊക്കെ ഒന്ന് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. 1-2 വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കുത്തി ഉടച്ച് കളയരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കരുത്, കാരണം പയറും ചേനയൊക്കെയാണ്. തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇരിക്കുമ്പോൾ കുറുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചത്.
എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുപയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് രീതിയിലുള്ള റെസിപ്പീസ് ചെയ്യാം. ചെറുപയർ, വൻപയർ വെച്ചിട്ട്, മുതിര വെച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയർ മാത്രം വെച്ചിട്ടും ചേന മാത്രം വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. എരിവും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മതിയാവും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒരിത്തിരി നേരം ഒന്ന് സിമ്മിലിടുക. അതിനുശേഷം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുക, അത്രയേ ഉള്ളൂ. ആ തേങ്ങയുടെ പച്ച അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പൊട്ടുപ്പിൻ്റെ കുറവ് കൂടി തോന്നി, ഒരു ഇത്തിരി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മതിയാവും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു പാൻ വെക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 വറ്റൽമുളക് ഇടാം കേട്ടോ. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് ഇടേണ്ടുന്നവർക്ക് ഇടാം കേട്ടോ. കൂടുതൽ ടേസ്റ്റാണ്. വറ്റൽമുളകൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും ആ കറിയിൽ വറുത്തിടുമ്പോൾ. ഞാൻ ഇനി ഇതിനകത്തേക്ക് കടുക് പൊട്ടി വരുമ്പോൾ ചേർക്കുന്ന നല്ല ഒരു പിടിയോളം തേങ്ങ, ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് മൂപ്പിച്ചെടുക്കുക. സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് തേങ്ങ മൂപ്പിച്ച് ചേർക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഇതിൽ കൂടുതൽ മൂക്കണ്ട കേട്ടോ. ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഇത് താളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ബ്രൗണിഷ് ആയ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത്ര ആയിട്ടില്ല കേട്ടോ. അതൊരു ലൈറ്റിൻ്റെ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇത് താളിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്, ഇരിക്കുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെലൈക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.